بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. യൂസുഫ് സൂറത്താണ് നമ്മൾ എടുക്കുന്നത്. യൂസുഫ് സൂറത്തിൽ 57 ആയത്തുകൾ മുമ്പ് എടുത്തിട്ടുണ്ട്. ഇന്ന് 58 മുതൽക്കാണ് എടുക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വജാഅ ഇഖ്വതു യൂസുഫ ഫദഖലൂ അലൈഹി ഫഅറഫഹും വഹും ലഹു മുൻകിറൂൻ. ഇതാണ് 58-ാമത്തെ ആയത്ത്. യൂസുഫ് നബി അലൈഹിസ്സലാം ജയിലിൽ നിന്ന് വന്ന് ഉടനെ യൂസുഫ് നബി അലൈഹിസ്സലാമിന് ഫൈനാൻസ് മിനിസ്റ്ററുടെ പോസ്റ്റ് കിട്ടി. രാജാവ് ആ പോസ്റ്റിൽ നിയമിച്ചു. അങ്ങനെ അദ്ദേഹം 7 കൊല്ലം ആ പോസ്റ്റിൽ തുടർന്നു. ആ 7 കൊല്ലം വളരെ ക്ഷേമകരമായ കാലഘട്ടമായിരുന്നു. യൂസുഫ് നബി അലൈഹിസ്സലാം സ്വപ്നവ്യാഖ്യാനം പറഞ്ഞ നിലയിൽ അത് വളരെ ക്ഷേമകരമായ കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടം കഴിഞ്ഞപ്പോൾ വളരെ ക്ഷാമം പിടിപെട്ടു. അടുത്ത 7 വർഷം വളരെ ക്ഷാമകരമായ പ്രയാസകരമായ വർഷമാണെന്ന് അദ്ദേഹം സ്വപ്നവ്യാഖ്യാനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ 7 വർഷം ആരംഭിക്കുന്ന സമയത്ത് എല്ലായിടത്തും വളരെ ക്ഷാമം, ഭക്ഷ്യധാന്യത്തിന് പോലും വളരെ ക്ഷാമം പിടിപെട്ടു. അങ്ങനെ അയൽനാടുകളിൽ നിന്നെല്ലാം ഭക്ഷ്യധാന്യത്തിന് വേണ്ടി ആളുകൾ ഈജിപ്തിലേക്ക് വരാൻ തുടങ്ങി. അങ്ങനെ യൂസുഫിൻ്റെ സഹോദരന്മാരും വരുന്നതാണ് സന്ദർഭം. വജാഅ ഇഖ്വതു യൂസുഫ ഫദഖലൂ അലൈഹി ഫഅറഫഹും വഹും ലഹു മുൻകിറൂൻ. യൂസുഫിൻ്റെ സഹോദരന്മാർ 10 പേര് അവിടെ വന്നു. യൂസുഫ് ഇവരെ കണ്ട ഉടനെ യൂസുഫിന് മനസ്സിലായി, യൂസുഫ് അലൈഹി സ്വലാമിന് മനസ്സിലായി ഇതിൻ്റെ സഹോദരന്മാരാണ്. പക്ഷെ അവർക്കറിയില്ല, ചെറുപ്രായത്തിൽ കണ്ടതാണല്ലോ. പിന്നെ 22 വർഷം കഴിഞ്ഞിട്ടാണ് കാണുന്നത്. കിണറ്റിൽ യൂസുഫ് അലൈഹി സ്വലാമിനെ കിണറ്റിലിട്ട ആ സമയം മുതൽ ഈ സമയം, ഇപ്പോൾ ഇവര് ഇവിടെ ഈജിപ്തിൽ വന്ന് യൂസുഫ് അവരെ കാണുന്ന സമയം വരെ 22 വർഷം ഗ്യാപ്പുണ്ടായിരുന്നു. ഈ 22 വർഷം നീണ്ട കാലഘട്ടത്തിൽ അങ്ങോട്ടും പരസ്പരം കാണാത്ത നിലയിൽ അവരെ സഹോദരന്മാർക്ക് ആളെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. പിന്നെ യൂസുഫിനെ സംബന്ധിച്ചുള്ള ഒരു ചിന്തയില്ല ആ സമയത്തും. അപ്പോൾ വജാഅ ഇഖ്വതു യൂസുഫ, യൂസുഫിൻ്റെ സഹോദരന്മാർ വന്നു. എന്നിട്ട് ഫദഖലൂ അലൈഹി, യൂസുഫിൻ്റെ അടുത്തേക്ക് അവർ പ്രവേശിച്ചു. യൂസുഫ് വലിയ ഇതിൽ ഇരിക്കുന്ന കാലഘട്ടമല്ലേ, ഭരണത്തിൽ. അങ്ങനെ യൂസുഫിന് വലിയ അന്തസ്സാണ് അവിടെ ഈജിപ്തിൽ, വലിയ സ്ഥാനമാണ്, ഉന്നതമായ സ്ഥാനത്തിരിക്കുന്ന സമയം. ആ സമയത്ത് യൂസുഫിൻ്റെ അടുത്തേക്ക് അവർ പ്രവേശിപ്പിക്കപ്പെട്ടു. അതിനുള്ള സമ്മതം കൊടുത്ത് അവർക്ക് അനുവാദം കിട്ടി. യൂസുഫിൻ്റെ അടുത്ത് ചെന്നു. ഫഅറഫഹും, യൂസുഫിന് പെട്ടെന്ന് മനസ്സിലായിരുന്നു.
എന്നാൽ അവര് ലഹു യൂസുഫിനെ സംബന്ധിച്ചിടത്തോളം മുൻകിറൂൻ അറിയില്ല, അവർക്ക് പരിചയം തോന്നുന്നില്ല. എന്നൊരാളെ ലഹു മുൻകിർ, അവർക്ക് യൂസുഫിനെ പറ്റി അറിയില്ല, ഇത് യൂസുഫ് ആണെന്നുള്ള കാര്യം അവർക്ക് അറിയില്ല. എന്നിട്ടോ അപ്പൊ ഇവര് ആ യൂസുഫിനോട് ചോദ്യം ചെയ്തു, എന്തിനാണ് നിങ്ങൾ എവിടുത്തുകാരാണ്, എന്തിനു വന്നു, എന്താ നിങ്ങളുടെ ലക്ഷ്യം, നിങ്ങൾ പിന്നെ ചാരന്മാരാണ് അല്ല CID മാരാണ് എന്നൊക്കെ അവരെ ചോദ്യം ചെയ്തു. അത് യൂസുഫിനെ അറിയാതെ അല്ല, അള്ളാഹുവിൻ്റെ വഹി അനുസരിച്ചാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് യൂസുഫ് ചോദ്യം ചെയ്തു. അവരെ ചോദ്യം ചെയ്തപ്പോൾ അതിന് തക്കതായ മറുപടി അവർ പറയുകയും ചെയ്തു. പിന്നെ പറഞ്ഞു, നിങ്ങൾ എവിടുന്നാണ്, മിന്നൈനാന്തും, എന്തിനാണ് ഇവിടെ വന്നത്, നിങ്ങൾ എവിടുത്തുകാരാണ് എന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ കൻആൻകാരാണ്, കന്നാനിൽ നിന്ന് വരുന്നു. യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ നാടാണ് കൻആൻ, അവിടെ നിന്ന് വരികയാണ്. യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ മക്കളാണ് ഞങ്ങൾ. അപ്പം ചോദിച്ചു, വേറെ മക്കളുണ്ടോ? യാക്കൂബ് നബിക്ക് വേറെ മക്കളുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ട്, ഞങ്ങളുടെ ഒരു അനുജനുണ്ട്, അവൻ്റെ ഒരു ജ്യേഷ്ഠനുണ്ടായിരുന്നു, അവൻ ചെറുപ്പത്തിലെ മരിച്ചുപോയി എന്നുള്ള പേരൊക്കെ പറഞ്ഞു. അപ്പോൾ എന്നിട്ട് ഇവർക്ക് ധാന്യങ്ങൾ അളന്നു കൊടുത്തു, എല്ലാം റെഡിയായി. ഇവർ പോകാൻ നേരത്ത്, അത് 59 ആയത്തിൽ പറയുന്ന ധാന്യങ്ങളെല്ലാം അളന്നു കൊടുത്തു. അവർ പോകാൻ ഒരുങ്ങിയ സമയത്താണ് യൂസുഫ് അലൈഹിസ്സലാം അവരോട് പറയാം, വലമ്മാ ജഹസഹും ബിജഹാസിഹിം ഖാല അത്തൂനി ബിഅഖിൻ ലക്കും മിൻ അബീക്കും അലാ തറൗന അന്നീ ഊഫിൽ കൈല വഅന ഖൈറുൽ മുൻസിലീൻ. അവർക്ക് ധാന്യം മറന്നു കൊടുത്ത് എല്ലാം റെഡിയായതിനു ശേഷം യൂസുഫ് അലൈഹിസ്സലാം അവരോട് പറഞ്ഞു, നിങ്ങൾ വരുമ്പോൾ, നിങ്ങളൊരു സഹോദരൻ ഉണ്ട് എന്നല്ലേ പറഞ്ഞത്, ആ സഹോദരനെ നിങ്ങൾ വരുമ്പോൾ കൊണ്ടുവരണം, ഇനി വരുമ്പോൾ കൊണ്ടുവരണം. നിങ്ങൾക്ക് നല്ല നിലയിൽ ഞാൻ പൂർണ്ണമായിട്ട് ധാന്യം അളന്നു തരികയും നിങ്ങളെ വളരെ മാന്യമായ നിരക്ക് നിങ്ങളെ സ്വീകരിക്കുകയും ആതിഥ്യം നൽകുകയും ചെയ്തത് നിങ്ങൾ കണ്ടില്ലേ. അലാ തറൗന അന്നി ഊഫിൽ കൈല, നിങ്ങൾക്ക് അളവ് പൂർത്തിയാക്കി തരികയും വാന ഖൈറുൽ മുൻസിലീൻ, നിങ്ങളെ ആതിഥ്യം ഏറ്റവും നല്ല നിലയിൽ ചെയ്യുകയും ചെയ്തതായിട്ട് നിങ്ങൾ കണ്ടില്ലേ. അതുകൊണ്ട് നിങ്ങളുടെ സഹോദരനെ കൂട്ടി വരണം, അടുത്ത പ്രാവശ്യം വരുമ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യണം എന്നുള്ള പറഞ്ഞു കൊടുത്തു. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട്, ഇത് 59 ആയത്തിലാണ്. ഇത് വലമ്മ ജഹാസും ബി ജഹാസിയും, അവരുടെ സാധനങ്ങളെല്ലാം അവർ തയ്യാറാക്കി കൊടുത്തതിന് ശേഷം കാല യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞു, ഈത്തൂനി, നിങ്ങൾ കൊണ്ടുവരണം ബി അഖിൻ ലക്കും, നിങ്ങളുടെ സഹോദരനെ. ബിന്യാമീൻ എന്ന സഹോദരൻ്റെ പേര് യൂസുഫിൻ്റെ നേരെ താഴെയുള്ള ആളാണ്. യൂസുഫിൻ്റെയും ബിന്യാമിൻ്റെയും ഉമ്മ വേറെയാണ്. അതുകൊണ്ടാണ് ബി അഖിൻ ലക്കും മിൻ അബീക്കും എന്ന് പറഞ്ഞത്. നിങ്ങളുടെ വാപ്പ ഒത്ത സഹോദരനെ കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ ഉമ്മ 2ആണ്. യൂസുഫിൻ്റെ ബിന്യാമീൻ്റെ ഉമ്മ 2ആണ്, മറ്റുള്ള സഹോദരന്മാരുടെ ഉമ്മ വേറെയാണ്. അപ്പോൾ തൂനി നിങ്ങൾ കൊണ്ടുവരണം, ബി അഖിൻ ലക്കും, നിങ്ങളുടെ സഹോദരനെ, മിൻ അബീക്കും, നിങ്ങളുടെ വാപ്പ ഒത്ത സഹോദരനെ കൊണ്ടുവരണം. അലാ തറൗന, നിങ്ങൾ കാണുന്നില്ല, അന്നി ഊഫിൽ കൈല, നിങ്ങൾക്ക് അളവ് ഞാൻ പൂർത്തിയാക്കി തരികയും വാന ഖൈറുൽ മുൻസിലീൻ, നിങ്ങൾ നല്ല നിലയിൽ ആതിഥ്യം സ്വീകരിക്കുകയും ചെയ്തത് നിങ്ങൾക്ക് കണ്ടില്ലേ. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സഹോദരൻ കൂട്ടി വരണം അടുത്ത പ്രാവശ്യം വരുമ്പോൾ എന്ന് പറയാം. എന്നിട്ട് പിന്നെ പറയുന്നത് അവരെ പേടിപ്പെടുത്തുന്ന ഒരു രംഗമാണ് 60 ആയത്തിൽ. ഫൈലം തഅ്തൂനി ബിഹി ഫലാ കൈല ലക്കും ഇൻദി വലാ തഖ്റബൂൻ. ഫൈലം തഅ്തൂനി ബിഹി, ഇനി സഹോദരനെ നിങ്ങൾ കൊണ്ടുവന്നില്ലെങ്കിൽ, ഫലാ കൈല ലക്കും, നിങ്ങൾക്ക് എൻ്റെ പക്കൽ നിന്ന് അളന്ന് തരില്ല. വലാ തഖ്റബൂൻ, നിങ്ങൾ ഈ നാട്ടിലേക്ക് വരാനും പാടില്ല, എൻ്റെ അടുത്തേക്ക് വരാനും പാടില്ല, അല്ലെങ്കിൽ ഈ നാട്ടിലേക്ക് പ്രവേശിക്കാനും പാടില്ല എന്നുള്ള അവരെ പേടിപ്പിക്കുന്ന വാക്കാണ് പിന്നെ പറഞ്ഞത്. കാരണം ഇങ്ങനെ പറയാൻ യൂസുഫിനെ ഇവർ പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടും പിതാവ്
കൊടുത്തല്ല അവസാനം കൊടുത്തു. എന്നിട്ട് യൂസുഫ് ആ പിതാവിനെ നഷ്ടപ്പെട്ടു. ആ യൂസുഫാണല്ലോ ഇപ്പം ഈ അനുഭവം പറയുന്നത്. അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് യൂസുഫ് പറയുന്നത്, ചിലപ്പോൾ ബിന്യാമീനെ കിട്ടില്ല, പിതാവ് വിട്ടുകൊടുക്കില്ല. അങ്ങനെ വിട്ടുകൊടുക്കാതെ വന്നാൽ നിങ്ങൾക്ക് ഇവിടുന്ന് അളന്ന് കിട്ടിയില്ല, അങ്ങോട്ട് കടക്കം ചെയ്യണ്ട എന്നാണ് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ അത് കേട്ടിട്ടെങ്കിലും ഇവർ വരണം. ഇത്രയും ഈ പിന്നെ ഇവർക്ക് പ്രതീക്ഷിക്കാവുന്ന വാക്കുകളൊന്നും യൂസുഫിൽ നിന്ന് കാണുന്നില്ല. സഹോദരനെ കൊണ്ടുവന്നില്ലെങ്കിൽ ഇവർക്ക് അളവ് കിട്ടില്ല, പിന്നെ അളന്ന് കിട്ടില്ല, അതുപോലെ തന്നെ ഇങ്ങോട്ട് കയറാനും പാടില്ല എന്നല്ലേ പറഞ്ഞത്, വാണിംഗ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ പേരിൽ എങ്ങനെങ്കിലും ബിന്യാമീനെ കൊണ്ടുവരാനുള്ള വഴികൾ ഇവർ ചിന്തിക്കണം, അതനുസരിച്ച് കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് യൂസുഫ് പറയുന്നത്, യൂസുഫ് അലൈഹിസ്സലാം പറയുന്നത്. വൈലം തഅ്തൂനി ബിഹി വലാ കൈല ലക്കും വലാ തഖ്റബൂൻ. എന്നിട്ട് 61-ാമത്തെ ആയത്തിൽ അവർ പറയുകയാണെന്ന് ഖാലൂ, അവർ പറഞ്ഞു സനുറാബിദു അൻഹു അബാഹു വഇന്നാ ലഫാഇലൂൻ. സനുറാബിദു, ഞങ്ങൾ ആവശ്യപ്പെടും പിതാവിനോട് ഈ ബിന്യാമീനെ പറ്റി. ബിന്യാമീനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ കൂടെ അയച്ചു തരാൻ വേണ്ടി ഞങ്ങൾ ആവശ്യപ്പെടും. വൈന്നാ, തീർച്ചയായും ഞങ്ങൾ ലഫായിലും അങ്ങനെ ചെയ്യുക തന്നെ ഉണ്ടാവും. അതുകൊണ്ട് ഞങ്ങൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ പിന്നെ അസീസ് പറഞ്ഞ പോലെ, ആവശ്യപ്പെട്ട പോലെ ഞങ്ങൾ ബിന്യാമീനെ കൂട്ടിയിട്ടേ വരുള്ളൂ എന്ന് ഉറപ്പ് കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് അപ്പോഴും ഇവർ പുറപ്പെട്ടിട്ടില്ല, പോയിട്ടില്ല കേട്ടോ. വഖാലലി ഫിത്യാനിഹി, ഇവർ പുറപ്പെടുന്നതിൻ്റെ മുമ്പ് ഇതും കൂടി പിന്നെ യൂസുഫ് പറഞ്ഞു. വഖാലലി ഫിത്യാനിഹി ജഅലൂ ബിദഅതഹും ഫീ റിഹാലിഹിം ലഅല്ലഹും യഅരിഫൂനഹാ ഇദാ ഖറബൂ ഇലാ അഹ്ലിഹിം ലഅല്ലഹും യർജിഊൻ. വഖാല, യൂസുഫ് അലൈഹിസ്സലാം പറഞ്ഞത് ഫിത്യാനിഹി, അദ്ദേഹത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാരോട്, അളവിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ, അവരോട് പറഞ്ഞു, ഇജ്അലൂ, നിങ്ങൾ ആക്കുക ബിദഅതഹും, അവർ കൊണ്ടുവന്ന ചരക്കിന്, സാധനങ്ങൾ, അതായത് ഈ അവിടുന്ന് കന്നാനിൽ നിന്ന് സാധനങ്ങൾ കൊണ്ടുവരിക, എന്നിട്ട് അത് ഇവിടെ കൊടുക്കുമ്പോൾ അതിന് പകരമായിട്ട് ഇവിടുത്തെ ധാന്യം അവർക്ക് കൊടുക്കുക. ഇങ്ങനെയാണ് ഈ കച്ചവടം നടക്കുന്നത്. അല്ലാതെ നേരക്ക് നേരെ കറൻസി കൊടുത്തിട്ടോ അല്ലെങ്കിൽ ദിർഹമോ ദീനാറൊന്നും കൊടുത്തിട്ട് മേടിക്കുകയല്ല ചെയ്യുന്നത്. അവർ സാധനങ്ങൾ കൊണ്ടുവരും, ആ സാധനങ്ങൾ അതിനനുസരിച്ചുള്ള ധാന്യം ഇവിടുന്ന് വേറെ കൊടുക്കും. അങ്ങനെയാണ്. അപ്പോൾ ഇവർ കൊടുക്കുന്ന സാധനങ്ങൾ മടക്കി അങ്ങനെ തന്നെ കൊടുക്കുക, അത് അവരുടെ ഭാണ്ഡത്തിൽ വെച്ചു കൊടുക്കാൻ പറയാണ്. കാലല് ഫിത്യാനിഹി, അദ്ദേഹത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞു, ഈ അളന്നു കൊടുക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ, അവരോട് പറഞ്ഞു, യൂസുഫ് അലൈഹിസ്സലാം പറഞ്ഞു, ഇജ്അലൂ, നിങ്ങൾ ആക്കണം ബിദഅതഹും, അവരുടെ സാധനങ്ങൾ, അവർ കൊണ്ടുവന്ന സാധനങ്ങൾ, ഫീ റിഹാലിഹിം, അവരുടെ ഭാണ്ഡങ്ങളിൽ തന്നെ നിങ്ങൾ വെച്ചു കൊടുക്കുക. ലഅല്ലഹും, അവരാവാം, യഅരിഫൂനഹ, അത് അവർ മനസ്സിലാക്കിയേക്കാം, ഇദം ഖറബൂ, അവർ മടങ്ങിപ്പോയാൽ ഇലാഹിഹിം, അവരുടെ കുടുംബത്തിലേക്ക്, അവരുടെ കുടുംബത്തിൽ അവർ മടങ്ങിയെത്തിയാൽ ഈ സാധനം കാണുമ്പോൾ, സാധനങ്ങളൊക്കെ നമ്മൾക്ക് തന്നെ തിരിച്ചയച്ചു എന്ന് കാണുമ്പോൾ അവർ ലഅല്ലഹും യർജിഊൻ, അവർ മടങ്ങി വന്നേക്കാം, അല്ലെങ്കിൽ മടങ്ങി വരില്ല. അപ്പോൾ ഇവരും ഈ സാധനങ്ങൾ തിരിച്ച് നമ്മൾ അയച്ചു എന്ന് കണ്ടാൽ ചിലപ്പോൾ ഈ സാധനങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് അവർ വന്നേക്കാം. അതല്ലെങ്കിലോ സാധനങ്ങൾ ഇനി വേറെ സാധനങ്ങൾ കൊണ്ടുവരാൻ വീട്ടിലില്ലെങ്കിൽ എങ്ങനെ ഇവർ വരിക? അവർ വരില്ല. അപ്പം അത് കണ്ടിട്ടാണ് യൂസുഫ് അലൈഹിസ്സലാം സാധനങ്ങൾ അവർക്ക് മടക്കി കൊടുക്കുന്നത്, മടക്കി ഭാണ്ഡത്തിൽ തന്നെ വെക്കുന്നത്. സാധനങ്ങൾ കൊടുത്താലല്ലേ അതിനനുസരിച്ചല്ലേ ഇവിടുന്ന് ധാന്യം കൊടുക്കുകയുള്ളൂ. അതിന് സാധനം കൊണ്ടുവരാനുള്ളത് വീട്ടിൽ നിന്ന് കൊണ്ടുവരാനുള്ളത് കൊടുന്നു. ഇനി ഇല്ലെങ്കിൽ എന്തു ചെയ്യും ഇവർ? അപ്പോൾ വരില്ല. അങ്ങനെ വരാതിരിക്കരുത് എന്ന് വെച്ചിട്ട് സാധനങ്ങൾ മടക്കി കൊടുത്തു, ഈ വാണിംഗും കൊടുത്തു. അപ്പോൾ എന്തായാലും സഹോദരനെ കൂട്ടി വരണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് യൂസുഫ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. യൂസുഫ് അലൈഹിസ്സലാം ഇങ്ങനെയെല്ലാം ചെയ്തത്. വഖാല, അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാരോട്, പിന്നെ സർവൻസിനോട്
പറഞ്ഞു, ഇജ്അലൂ നിങ്ങളാക്കണം, വെക്കണം, ബിദാഅത്തഹും അവരുടെ സാധനങ്ങൾ, ഫീ റിഹാലിഹിം അവരുടെ പാണ്ഡങ്ങളിൽ തന്നെ, ലഅല്ലഹും അപ്പൊ ഇവിടുന്ന് കിട്ടിയ ധാന്യവും അവരുടെ സാധനങ്ങളും രണ്ടും കൂടി അവരുടെ പാണ്ഡത്തിൽ വെച്ചു. ലഅല്ലഹും അവരായേക്കാം, യഅരിഫൂനഹ അതിനെപ്പറ്റി അവർ അറിഞ്ഞേക്കാം, ഇദം ഖലബു അവർ മടങ്ങിച്ചെന്നാൽ ഇലാലിഹിം അവരുടെ കുടുംബത്തിലേക്ക്, ലഅല്ലഹും യർജിഊൻ അങ്ങനെ ലാസ്റ്റിൽ അവർ തിരിച്ചു വരാൻ സാധ്യതയുണ്ട്, അതിൻ്റെ പേരിൽ ഇങ്ങനെ നിങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞു കൊടുത്തു. 62-ാമത്തെ ആയത്താണിത്. 63-ായത്തിൽ പറയുന്നത് ഇനി അവർ പുറപ്പെട്ടു, അങ്ങനെ അവര് ഉപ്പാടെ എത്തുന്ന സന്ദർഭമാണ്. അതാണ് 63-ാമത്തെ ആയത്തിൽ പറയുന്നത്. ഫലമ്മാ റജഊ അവർ മടങ്ങിപ്പോയപ്പോൾ, മടങ്ങി വീട്ടിലെത്തിയില്ല, അബീഹിം അവരുടെ പിതാവിൻ്റെ അടുത്ത് എത്തി. ഫലമ്മാ റജഊ ഇലാ അബീഹിം കൻആനിൽ അവരുടെ പിതാവിൻ്റെ അടുത്ത് അവരെത്തിയപ്പോൾ, ഖാലൂ അവർ പറയാണ്, യാ അബാന ഞങ്ങളുടെ പിതാവേ, മുനിയ തടയപ്പെട്ടിരിക്കുന്നു, മിന്ന ഞങ്ങളെ തൊട്ട്, അൽ കൈലു അളന്നു കിട്ടൽ ഞങ്ങൾക്ക് തടയപ്പെട്ടു, ഞങ്ങൾക്ക് അളന്നു കിട്ടാൻ യാതൊരു വഴിയുമില്ല. അതുകൊണ്ട് അർസിൽ മാന ഞങ്ങളുടെ കൂടെ അയച്ചു തരണം, മഹാന ഞങ്ങളുടെ സഹോദരനെ ബിന്യാമീനെ ഞങ്ങൾക്ക് അയച്ചു തരണം. പണ്ട് യൂസുഫിനെ അയച്ചു കൊടുക്കാന്മാർക്ക് കൂടെ അയച്ചു കൊടുക്കാൻ പറഞ്ഞില്ലേ, അതേ നിലയിൽ ഇവരാവശ്യപ്പെടാണ്, ബിന്യാമീനെ ഞങ്ങളുടെ കൂടെ അയച്ചു തരണം. കാരണം അവിടുന്ന് അസീസ് പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ സഹോദരനെ കൂട്ടി വരണം. ഞങ്ങൾ പറഞ്ഞു, പിന്നെ യാക്കൂബ് നബിക്ക് വേറെ മക്കളുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞൊരു സഹോദരനുണ്ട്, ചെറിയ കുട്ടി, ഏറ്റവും താഴെ സഹോദരനുണ്ട്, അവൻ ഉപ്പാടെ കൂടെ വീട്ടിലിരിക്കുകയാണ്. എന്നാൽ അവൻ ഇനി വരുമ്പോൾ കൊണ്ടുവരണമെന്നൊരു അസീസ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. കൊണ്ടുവന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി ഇവിടുന്ന് ധാന്യം പണമെന്ന് കിട്ടുകയില്ല, നിങ്ങളിങ്ങോട്ട് കടക്കാനും പാടില്ല, ഈ നാട്ടിലേക്ക് കടക്കാനും പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ബിന്യാമീനെ ഞങ്ങൾ കൂടെ അയച്ചു തരണം. പിതാവിനോട് പറഞ്ഞു, യാ ബാന ഞങ്ങളുടെ പിതാവേ, മുനിയാമിന്നൽ കയ്യിലും ഞങ്ങൾക്ക് അളന്നു കിട്ടുന്ന തടയപ്പെട്ടു, ഇനി അളന്ന് കിട്ടില്ല എന്നാണ് പിന്നെ അസീസ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഈ ബിന്യാമീനെ കൂടെ ചെന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് അളന്ന് കിട്ടില്ല എന്നാ പറഞ്ഞില്ല. അതുകൊണ്ട് അർസിൽ മാന ഞങ്ങളുടെ കൂടെ ബിന്യാമീനെ അയച്ചു തരണം. നക്തൽ അങ്ങനെ അയച്ചു തരികയാണെങ്കിൽ ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് ധാന്യങ്ങൾ അളന്ന് കിട്ടും. വൈന്ന തീർച്ചയായും ഞങ്ങൾ ലഹു ബിന്യാമീന ലഹാഫിളൂൻ അവനെ എല്ലാ നിലക്കും സംരക്ഷിക്കുന്നവരാണ്, യാതൊരു വിഷമം അവന് സംഭവിക്കുകയില്ല. അപ്പോൾ പിന്നെ ഇതെല്ലാം യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ പഴയ കാര്യമെല്ലാം ഓർമ്മ ഉണ്ടല്ലോ. അപ്പോൾ അതനുസരിച്ച് അദ്ദേഹം പറയണം, 64-ാമത്തെ ആയത്തിൽ, ഹൽ ആമുനുക്കും അലൈഹി ഇല്ലാ കമാ മിൻതുക്കും അലാ അഖീഹി മിൻ ഖബൽ വല്ലാഹു ഖൈറുൻ ഹാഫിദൻ വഹുവ അർഹമുർ റഹീം. ഹൽ ആമുനുക്കും ഞാൻ നിങ്ങളെ വിശ്വസിക്കണമോ, അലൈഹി ബിന്യാമിൻ്റെ കാര്യത്തിൽ, ഇല്ലാ കമാ അമിൻതുക്കും ഞാൻ നിങ്ങളെ വിശ്വസിച്ചിരുന്നത് പോലെയല്ലാതെ വിശ്വസിക്കണമോ, അലാ അഖീഹി അവൻ്റെ സഹോദരൻ യൂസുഫിൻ്റെ മേൽ നിങ്ങളെ ഞാൻ പണ്ട് മിൻ ഖബൽ ഞാൻ പണ്ട് നിങ്ങളെ വല്ലാതെ വിശ്വസിച്ചു, അതുപോലെ അല്ലാതെ വിശ്വസിക്കണമോ. അതുപോലെ വിശ്വസിക്കുകയാണെങ്കിൽ കാര്യം നടക്കില്ല. അതുപോലെ അല്ലാതെ വിശ്വസിക്കാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. അതുപോലെ വിശ്വസിക്കാന്ന് പറഞ്ഞാൽ യൂസുഫിനെ കൊണ്ടുപോയാൽ ഞാൻ വിട്ടുതരില്ല, ഞാൻ അവനെ എനിക്ക് ഒഴിവാക്കി എനിക്ക് കാണാതിരിക്കാൻ പറ്റില്ല എന്നൊക്കെ യാക്കൂബ് നബി പറയുന്ന സന്ദർഭം യൂസുഫിനെ വിട്ടുതരില്ല എന്ന് പറയുന്നു. പക്ഷെ അവര് ഈ വാക്ക് അവിടെയും പറഞ്ഞിട്ടുണ്ട്, ഇന്നാ ലഹു ലഹാഫിദ് ഞങ്ങൾ യൂസുഫിനെ നല്ല നിലക്ക് സംരക്ഷിച്ചോളാം, ഒരു ബുദ്ധിമുട്ടും വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുപോയതാണ് യൂസുഫിനെ. അപ്പോൾ യാക്കൂബ് നബി ചോദിക്കുകയാണ്, അൽ ആമുനുക്കും അലൈഹി ബിന്യാമിൻ്റെ കാര്യത്തിൽ നിങ്ങളെ ഞാൻ വിശ്വസിക്കണമോ, ഇല്ലാ കമാ അമിൻതുക്കും അലാ അഖീഹി മിൻ ഖബൽ മുമ്പ് അവൻ്റെ സഹോദരൻ യൂസുഫിനെ സംബന്ധിച്ച് ഞാൻ നിങ്ങളെ വിശ്വസിച്ചതുപോലെ അല്ലാതെ നിങ്ങളെ വിശ്വസിക്കണമോ.
അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറുൻ ഹാഫിദൻ, അവനാണ് ഏറ്റവും നന്നായി സംരക്ഷിക്കുന്നവൻ. വഹുവ അവൻ അർഹമുർ റഹീമീൻ, കരുണ ചെയ്യുന്നതിൽ വെച്ച് ഏറ്റവും നന്നായി കരുണ ചെയ്യുന്നവനാണ് അല്ലാഹു. അല്ലാഹു ഖൈറുൻ ഹാഫിദൻ വഹുവ അർഹമുർ റഹീമീൻ. അർഹം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൃപ ചെയ്യുന്നവൻ, റാഹിം എന്ന് പറഞ്ഞാൽ കൃപ ചെയ്യുന്നവൻ, അർഹം ഏറ്റവും കൂടുതൽ കരുണ ചെയ്യുന്നവൻ, റാഹിമീൻ എന്ന് പറഞ്ഞാൽ കരുണ ചെയ്യുന്നവർ. റാഹിം കരുണ ചെയ്യുന്ന ഒരാൾ, ഒന്നിൽ കൂടുതൽ ആളുകൾ ഉള്ളപ്പോഴാണ് കരുണ ചെയ്യുന്നവർ. കരുണ ചെയ്യുന്നവർ ആരൊക്കെ കരുണ ചെയ്യുന്നുണ്ടോ അവരിൽ വെച്ചെല്ലാം ഏറ്റവും വലുതായിട്ട് കരുണ ചെയ്യുന്ന ആളാണ് കരുണ ചെയ്യുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നാ പറഞ്ഞിട്ടുണ്ട്. അർഹമുർ റഹീമായ റബ്ബേ എന്നൊക്കെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. അർഹമുർ റഹീം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അർഹം ഏറ്റവും കൃപ ചെയ്യുന്നവർ, റാഹിമീൻ കരുണ ചെയ്യുന്നവർ. കരുണ ചെയ്യുന്നവരാരാ? മനുഷ്യന്മാരിൽ കരുണ ചെയ്യുന്നവരില്ലേ? മനുഷ്യന്മാർ ചെയ്യുന്ന കരുണ ഒരു പരിധി വരെ നമുക്കൊക്കെ അറിയാവുന്നതാണ്. അള്ളാഹുവിന്റെ കരുണ അതിലും വലുതാണെന്നുള്ളതും അറിയാം. അപ്പൊ ഏറ്റവും വലിയ കരുണ ചെയ്യുന്നവൻ അള്ളാഹു ആണ് എന്നാണ് അർഹമുർ റഹീമീൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ഫല്ലാഹു ഖൈറുൻ ഹാഫിദ്, അള്ളയാണ് ഏറ്റവും ഖൈറായവൻ. ഹാഫിദൻ, സംരക്ഷണത്താൽ സംരക്ഷിക്കാൻ ഏറ്റവും നല്ലവനാരാണ്. അള്ളാഹുടെ സംരക്ഷണം കിട്ടിയാൽ പിന്നെ ഒന്നും വേണ്ട, ഒരാളുടെ സംരക്ഷണം ആവശ്യമില്ല. അതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. വല്ലാഹു ഖൈറുൻ ഹാഫിദൻ. അപ്പോൾ 64-ാമത്തെ ആയത്തിൽ ഹൽ ആമുനുക്കും, ഒന്നുകൂടി അതിൻ്റെ മീനിങ് പറയാം. ഹൽ ആമുനുക്കും, നിങ്ങളെ ഞാൻ വിശ്വസിക്കണമോ? ഹൽ എന്ന് പറഞ്ഞാൽ ചോദ്യചിഹ്നം, ആമുനുക്കും ചോദ്യത്തിൻ്റെ വാക്കാണ് ഹൽ എന്നുള്ളത്. നിങ്ങളെ ഞാൻ വിശ്വസിക്കണമോ അലൈഹി, ബിന്യാമീനെ സംബന്ധിച്ച്, ബിന്യാമീൻ്റെ മേൽ. ഇല്ല കമാ അമിൻതുക്കും, ഞാൻ നിങ്ങളെ വിശ്വസിച്ചതുപോലെയല്ലാതെ. ഇല്ല എന്ന് പറഞ്ഞാൽ അല്ലാതെ എന്നർത്ഥം. കമാ എന്ന് പറഞ്ഞാൽ പോലെ എന്നാണ്. കമാ അമിൻതുക്കും, ഞാൻ നിങ്ങളെ വിശ്വസിച്ചതുപോലെ അല്ലാതെ വിശ്വസിക്കണമെന്ന്. അതേമാതിരി വിശ്വസിക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഞാൻ വിട്ടു തരില്ല. കാരണം അനുഭവം അത് അങ്ങനെയാണ്. അതല്ലാത്ത നിലയ്ക്ക് വിശ്വസിക്കണമോ ഞാൻ എന്നാ ചോദിക്കുന്നത്. മിങ്കബിൽ, പണ്ട് കുറേ കാലം മുമ്പ്, ഇപ്പോൾ എത്ര കൊല്ലമായി? 23 കൊല്ലമായില്ലേ? 23 കൊല്ലത്തിന് മുമ്പ് യൂസുഫ് എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടത് എന്നിങ്ങനെയൊന്നും എനിക്കറിയാം. അതുപോലെ അന്ന് ഞാൻ നിങ്ങളെ വിശ്വസിച്ചു. ആ വിശ്വസിച്ച മാതിരി അല്ലാതെ വിശ്വസിക്കണോ എന്നാണ് യാക്കൂബ് നബി ചോദിക്കുന്നത്. ചുരുക്കം നിങ്ങളെ കൂടെ വിട്ടു തരില്ല എന്നാണ് ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. പക്ഷേ വിട്ടുകൊടുക്കും, അവർ കൊണ്ടുപോകും. 65-ാമത്തെ ഈ 64 ആയത്തുകൾ, 64-ാമത്തെ ഇപ്പോൾ നമ്മൾ എടുത്തത് 2, 4, 6, 7 ആയത്താണ്. ഈ 7 ആയത്തുകൾ. ഇനി 65-ാമത്തെ ആയത്ത് മുതൽ നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.